നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ബാലതാരമായി സിനിമയിലെത്തി സൂപ്പർ താരപദവിയിലേക്ക് ഉയർന്ന ഉർവശി തൻ്റെ അഭിനയ ജീവിതത്തോടൊപ്പം വിവാദങ്ങളും കൊണ്ടു നടന്നു. ഒരുപക്ഷെ ഉർവശിയെ ഇന്ന് ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് വിസ്മയകരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ്. ഉർവശിയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുന്നു. ആരാ ഉർവശി തിരക്കഥയൊക്കെ വായിച്ചിട്ട് ഈ സിനിമ നല്ലതാണ്, നമുക്ക് ഇവിടെ അഭിനയിക്കാം അല്ലെങ്കിൽ അവിടെ അഭിനയിക്കാം, ഇത് വേണ്ടതില്ല കൊള്ളത്തില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. Nobody to advise you? അങ്ങനെയല്ല, എൻ്റെ അമ്മ പറയുന്നത് അതല്ല. എല്ലാം നല്ലതിന് പോസിറ്റീവായിട്ട് വിചാരിക്കണം. നമ്മളെ വിളിക്കുന്നു എന്ന് പറയുന്നത് നമ്മളോടുള്ള ഒരു ആ കാലഘട്ടത്തിൽ അമ്മയായിരുന്നു കംപ്ലീറ്റ് അല്ലേ? തീർച്ചയായിട്ടും അമ്മ തന്നെയാണ് എപ്പോഴും അമ്മ പറയുന്ന കാര്യങ്ങൾ. അമ്മ പറയുന്നത് തീർച്ചയായിട്ടും അമ്മ പറയാണ്, മോളെ ഈ സിനിമയ്ക്ക് പോകാം, പൊടിമോളെ നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ അത്. അതെ. അപ്പൊ ഒരുപക്ഷെ സംവിധായകന്മാര് അമ്മയോടാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആണ്, എന്നോടൊന്നും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. നമ്മളങ്ങനെ എത്തുന്നു പോകുന്നു. എനിക്കൊന്നും സത്യേന്റെ സിനിമകൾ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് സ്പോട്ടിൽ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കാൻ തുടങ്ങിയത്. ഓക്കെ, അതുവരെ നിലാവത്തിറക്കി വിട്ട കോഴിയെ പോലെയായിരുന്നു. കോഴി നിലാവത്തിറക്കിട്ട് എന്താ എവിടേക്ക് പോകുന്നു എങ്ങോട്ട് പോകുന്നു ഒന്നും പറയാതെ പോവാണല്ലോ. ഇത് ലൊക്കേഷനിൽ നിന്ന് വിചാരിച്ചാൽ മതി. അല്ല, ലൊക്കേഷൻ നമുക്ക് ചെല്ലുമ്പോൾ എല്ലാ ഡയറക്ടേഴ്സും ക്യാരക്ടർ പറയും, ഇതാണ് റോൾ എന്ന് പറയും. ഫുൾ നമുക്കൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമല്ലോ. അത് സത്യത്തിന്റെ തലേണമന്ത്രം വന്ന് ഇറങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഇതാണ് ഫുൾ സ്ക്രിപ്റ്റ്, ഇതൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഉർവശി, എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ഈ നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹിറ്റായ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്, പൊന്മുട്ടയിടുന്ന. ഒരു സ്നേഹമില്ലാതെ പറയും. സ്നേഹമില്ലെങ്കിലും ശ്രീനിവാസനെ അല്ലെങ്കിൽ നായകനെ വീഴ്ത്തിക്കൊണ്ടുള്ള എങ്ങനെയാ ഇത്രയും ഹൃദ്യമായിട്ട് തന്മയത്തോടെ ആ ഡയലോഗ് ഒന്ന് നോക്കട്ടെ, നമുക്ക് പ്രോത്സാഹിപ്പിച്ചാലോ? പറ്റിപ്പോ. ഓക്കെ, റെഡി, 1 2 3 ഒന്ന് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് ആ ഡയലോഗ് ഒന്ന് പ്ലീസ്. ഇതൊക്കെ തന്നെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് പറ്റിപ്പോ. എനിക്കറിയാലോ. അല്ല, അതെന്തറിയോ, ആ സീൻ ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഒരു പറ്റിപ്പിന്റെ എക്സ്പ്രഷൻ കൊടുത്താൽ വളരെ സത്യേട്ടം പറയും, ഉറുഷി അത് വേണ്ട, ഉറുഷി വളരെ സിൻസിയറായിട്ട് പറഞ്ഞാൽ മതി, സീനിന്റെ ഓഡിയൻസിന് മനസ്സിലായിക്കോളും അടുത്ത സീൻ വരുമ്പോൾ ഇത് കള്ളമായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് തലയുടെ മൊത്തത്തിലും പറഞ്ഞത്. ഫസ്റ്റ് ഡേ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വില്ലത്തിയൊക്കെ നമ്മൾ അതിന് മുമ്പുള്ള സിനിമയെ കാണുമ്പം മുഖമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില ചുണ്ടുകൊണ്ടുള്ള ചില ആക്ഷൻ ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ അതുപോലെയാണെന്ന് വിചാരിച്ച് ഞാൻ അതിനങ്ങ് തയ്യാറായി, ഭയങ്കര ഒരു വില്ലത്തിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞു, എന്താ ഉർവശി അങ്ങനെ ചെയ്തേ? നമ്മൾ ചേട്ടാ അത് വില്ലത്തിയല്ലേ, കുടുംബം കലക്കാനുള്ള. അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഉർവശി ചെയ്തത് ആത്മാർത്ഥമുണ്ട്, ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നെ കുഴപ്പമായിട്ട് വരുന്നതായിട്ടാണ്, അതുകൊണ്ട് അതൊന്നും പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഡയറക്ടേഴ്സിന്റെ താല്പര്യമാണ്. അതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ഡയറക്ടേഴ്സ് പറയും, ഇപ്പൊ തമിഴാണ് അത് ചെയ്തിരുന്നു എങ്കിൽ അന്ന് കുറച്ചുകൂടെ എമോഷൻസ് തീർച്ചയായിട്ടും അതിനൊരു വില്ലത്തിയുടെ ചില ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ലുക്കൊക്കെ കൊടുക്കും, പ്രത്യേക മ്യൂസിക് ഒക്കെ കൊടുക്കും, ഇത് കള്ളമാണ് ഇത് വില്ലത്തിയാണ് എന്നൊക്കെ വരുത്താൻ. പക്ഷെ മലയാളം നമുക്ക് വേറൊരു ട്രെൻഡ് അല്ലായിരുന്നു. അതില് ഒരു രസകരമായ രംഗമുണ്ട്, അതായത് ഈ മോളെ മാല മേടിച്ചോ എന്ന് ചോദിക്കുന്ന. ഇല്ല, ഞാൻ മറന്നു, എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു എന്ന് പറയുന്നത്. 10 പവൻ തന്നെ ഓർമ്മയുള്ളൂ. അതൊക്കെ ആ സീനിലുണ്ട് അതിന്റെ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് ഒന്നും സത്യന്റെ പടത്തിൽ ആ വെറൈറ്റി ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. മഴൽക്കവടിയും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള. പിന്നെ തലേണ മന്ത്രവും ആ സമയത്താണ്. ഇപ്പൊ മഴൽക്കവടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ പറയുന്നത്, എനിക്ക് ഇമ്പോർട്ടൻസ് വരാം. പക്ഷെ അതിന് മുമ്പ് ഒരാളിങ്ങനെ വെമ്പി നിൽപ്പുണ്ട് ഉർവശിയോട് സംസാരിക്കാൻ വേണ്ടി. ആരാ നോക്കട്ടെ. ഉർവശിയെ ഞാൻ വിളിച്ചിരുന്നത് അറിയാലോ, ഊശി എന്നായിരുന്നു ഉർവശിയെ വിളിച്ചിരുന്നത്. മലയാള സിനിമയിലെ 2 സിനിമ മതിയല്ലോ ഉർവശിക്ക്, എന്തിനാ അധികം? ഒന്ന് പൊന്മുട്ടേറിന താറാവ്, തലേണ മന്ത്രം. മലയാളത്തിലെ ജനങ്ങൾ ഉർവശിയുടെ അഭിനയം കാണുന്നതിന് മുമ്പ് ആദ്യം കണ്ടത് ഞാനാണ്. കാരണം ക്യാമറാമാൻ ഞാനായതുകൊണ്ട് എനിക്കറിയാമല്ലോ ഉർവശി എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഉള്ളത് കുറേ വായാടിത്തരം, അത് പിന്നെ നമ്മൾ സഹിച്ചു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാലവും ഉർവശിയെ, അടുത്ത കാലം വരെ അറിയാമല്ലോ ഉർവശിക്ക്, മമ്മി ആൻഡ് മീ വരെ, അതിലും ഉർവശിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ട്, അത് സാരമില്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ചോദിച്ചോളൂ. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ യു ആർ എലോൺ. എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, സ്ക്രിപ്റ്റ് സെൻസ് ഉള്ള ഒരു ക്യാമറമാനാണ് വിൻചേട്ടൻ. ഞാൻ ആ സിനിമകളിലൊക്കെ ആ ക്യാരക്ടേഴ്സ് വിജയിച്ചതിൽ വലിയൊരു പങ്കുണ്ട് വിൻചേട്ടന്. കാരണം നമ്മൾ റിഹേഴ്സലിനൊക്കെ ചെയ്തിട്ട് ടേക്ക് ആകുമ്പോൾ ഞാൻ വേറെ ചിലത് മാറി വരും, പ്രത്യേകം ഓർമ്മിപ്പിക്കും. പക്ഷേ റിഹേഴ്സൽ ചെയ്തപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ അവിടെ ഉണ്ടായിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത്
ചിലതൊരിത്തിരി അറിയാതെ കുറച്ച് കൂടുന്നു എന്ന് കണ്ടാൽ അത് ഓർമ്മിപ്പിക്കും. അതുപോലെ പിന്നെ ചില സ്ക്രീൻ പ്ലേയിലുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനുള്ള കഴിവുണ്ട് വിപിൻ. ഇത് ഈ സീൻ ഇവിടെ കുറച്ചധികമാകും. ഒരു സംവിധായകന് തുല്യമായ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും അതായത് ഉർവശിയെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അത് പക്ഷേ വിപിൻ മോഹന് ഞാൻ പറയട്ടെ, ഇപ്പോൾ അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഉർവശിയെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറയേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉർവശി ഒരു സൗജന്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. എങ്കിൽ പോലും ഒരു നടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉർവശി നൽകിയ കഥാപാത്രങ്ങളെ മുൻനിർത്തി ആ അഭിനയ മുഹൂർത്തങ്ങളിലുണ്ടായ തന്മയത്വം. അദ്ദേഹം ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അഭിനയിച്ച് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊരു നടൻ കിടപ്പുണ്ട്. ഈ പരിപാടി എന്താണ്? ഉർവശിയെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ നല്ലത് പറയുന്നു, ഉർവശി ഭയങ്കര ഗേമിയാണ്, ഗംഭീരമായ നടിയാണ്, ഇത്ര നടി കേരളത്തിലുണ്ടായിരുന്നു. അതിനിത്ര കുശുമ്പാണോ? അല്ല, ഇതൊക്കെയാണോ ഇങ്ങനെയാണ് ഞാൻ എന്തോ ചെയ്യും ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെയാണല്ലോ ഇത് മുഴുവൻ. ഞാൻ കേൾക്കുന്നത് മുഴുവൻ ഉർവശിയുടെ അവതാരങ്ങളാണല്ലോ. ഏറ്റവും രസകരമായിട്ടുള്ള ഒരുപക്ഷെ വിപിൻ മോഹൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപക്ഷെ ഡെപ്പിക്റ്റ് ചെയ്യുമ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള അതിനകത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ ആ കഥാപാത്രം പൊളിഞ്ഞു പോയി. ശരിയല്ലേ? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അപ്പൊ ആ സ്വർണ്ണലതയ്ക്ക് ഒരു ലതയും കൂടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ പൊളിഞ്ഞു പോയി. ആ ലത അവിടെ നിന്നു അല്ലേ? അതിലൊരു കുശുമ്പുണ്ട്, കുന്നായ്മയുണ്ട്, കള്ളത്തരമുണ്ട്, വക്രതയുണ്ട്, എന്നാൽ വലിയൊരു വില്ലത്തരമില്ലതാരും. ആ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചെറിയ പഠിച്ച കള്ളികൾ സാധാരണ ചെയ്യുന്ന ഒരു രൂപത്തിലാണ്. ഇങ്ങനെയൊക്കെ പയറ്റിട്ടുണ്ടോ? ഞാനോ? പക്ഷെ അങ്ങനെയൊക്കെ പയറ്റാൻ അറിയാമായിരുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയെന്നെ വിട്ടാസ്. അതൊന്നും അറിയില്ല എനിക്ക്. അങ്ങനെയൊന്നും നമ്മളെ മറച്ചുകൊണ്ടൊരു പെരുമാറണം എനിക്കറിയില്ല, പറ്റില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെയും വേണമല്ലോ ഒരു പ്രൊഫഷണൽ ഡിപ്ലോമസി എന്നുള്ള പേരിൽ നമ്മൾ കുറച്ച് അങ്ങനെ ആവണം. അങ്ങനെ ആവാം. ഞാൻ തിരിച്ചിടുകയാണെങ്കിൽ ഒരുപക്ഷെ സിനിമയിൽ കാണിച്ച ഈ പ്രാവീണ്യം, ഈ പറഞ്ഞ ചില്ലറ കള്ളത്തരവും വക്രതയും ചില്ലറ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയുള്ള കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിച്ച എൻ്റെ സഹോദരി ഉർവശി പക്ഷേ ജീവിതത്തിൽ അത്തരത്തിലുള്ള കഴിവില്ലാതെ പോയതുകൊണ്ട് ഒരുപാട് നഷ്ടദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു അല്ലേ? അതും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നേ ഇപ്പം ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ പഠിക്കാതിരുന്ന നന്നായി. അറിവ് കൂടുന്തോറും നമുക്ക് നഷ്ടപ്പെടുന്ന വളരെ വിലപ്പെട്ട ഒരു വസ്തുവുണ്ട്, നിഷ്കളങ്കത അല്ലേ? കൂടുതൽ അറിവ് നമുക്ക് പഠിച്ച് വരുന്തോറും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന അതാണ്. അത് എങ്കിലും ഉർവശി ഒരു മനുഷ്യൻ്റെ എല്ലാ വികാര വിക്ഷോഭങ്ങളുള്ള ഒരു സ്ത്രീയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള സിനിമയെ അടിമുടി ഒരുപക്ഷെ ഒരു നായിക പദവിയിൽ ഇരുന്നു കൊണ്ട് നയിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്കിതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈയാളാനും അനുഭവിക്കാനുമുള്ള ഒരു അവകാശമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് തെന്നിപ്പാറിപ്പോയി എന്നുള്ളൊരു ദുഃഖം, അതിൻ്റെ ഒരു പരിദേവനം, ഒരു വിഷമം, പരിഭവമൊക്കെ മനസ്സിൽ ഇടയ്ക്കൊക്കെ പൊട്ടിമുളക്കില്ലേ? അല്ല, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില്ലാത്തവരാരാ ഉള്ളത്? കൊച്ചുകുട്ടിക്ക് പോലും ഉണ്ടാവുമല്ലോ. ഒരു മുട്ടായി കിട്ടാത്ത വിഷമം അതിൻ്റെ മനസ്സിലും കാണത്തില്ലേ? ഞാൻ ചോദിച്ചു, രാവിലെ ഒരു മുട്ടായി ചോദിച്ചു, ഉച്ച വരെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ മനസ്സിലൊരു ചെറിയ വിഷമം. ഒരു പക്ഷേ കിട്ടാതെ പോയ മുട്ടായിയേക്കാൾ കയ്യിലുണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയ മുട്ടായികളല്ലേ അതുകൊണ്ടാവും. അങ്ങനെ കിട്ടാതെ പോയ മുട്ടായികളെ കുറിച്ചും കയ്യിലുണ്ടായിട്ട് പോയ മുട്ടായികളെ കുറിച്ചും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ വേറൊരു കാര്യം കാണിച്ചത്. സൂപ്പർ അഭിനയം. അതാ പറഞ്ഞു, ശരിക്കും അതൊരു ചെറിയൊരു റോളായിരുന്നു. ഞാനതിലെ മെയിൻ റോളാണ് ചെയ്യാനിരുന്നത് ആദ്യം. പക്ഷെ അത് വർത്തമാനകാലം ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയപ്പോൾ സത്യേട്ടൻ പറഞ്ഞു, ഋഷി ഇങ്ങനെ ഒരു 4-5 സീനേ ഉള്ളൂ, ഒരു പാട്ടുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടോ ചെയ്യാൻ? ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ സ്പോട്ടിൽ ചെന്നത് ഇംപ്രവൈസായി ഇങ്ങനെ ആയതാണ് ആ റോള്. ശരിക്കും പ്രതീക്ഷിച്ചതേയില്ല. ഒരു സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി അത് പരിഗണിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ആ റോള് ഉർവശിക്ക് നേടുന്നത്. ഒരുപക്ഷെ നായികയായിരുന്നെങ്കിൽ ആ ഒരു ബഹുമതി ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം ഒരു ചെറിയ ക്യാരക്ടർ വന്ന് അത് പടത്തിലൊരു വലിയ സാന്നിധ്യം ആവുന്നു എന്നുള്ളതിൻ്റെ ആയിരിക്കും. അതും വർത്തമാനകാലമായിരുന്നു ഫസ്റ്റ് ഇയർ അവാർഡിന് പരിഗണിച്ചിരുന്നത്. ഇതൊക്കെ വന്ന് തലയിലേക്ക് വന്ന് വീഴുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പട്ടങ്ങളെല്ലാം ഒന്ന് തലയിൽ വീഴുമ്പോൾ ഉർവശിക്ക് അപ്പോഴെങ്കിലും മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും അതിനോട് പൊരുത്തപ്പെട്ടു. അപ്പോഴൊക്കെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പ്രൊഫഷൻ. ഇത് എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഇവിടെ ഒരു സ്ഥാനം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു.
പൊരുത്തപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, അതിലേക്ക് ആഴ്ന്നിറങ്ങി, അതിൻ്റെ ഭാഗമായി അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉർവശിയെ ആകർഷിച്ചു തുടങ്ങി. അത്ര ഞാൻ പറയുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. വരട്ടെ ഒന്നും കൂടി. എത്ര പേരെങ്കിലും ഉർവശി യഥാർത്ഥ ജീവിതത്തിൽ വീഴ്ചിട്ടുണ്ട്. ഇല്ല ഇല്ല കേട്ടോ, നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമെന്നല്ലാതെ ഇങ്ങനെ ആരും ആനക്കണ്ടൊക്കെ പറയാൻ പറ്റുമോ? ഒരു കടുപ്പുള്ള അപ്പൊ ആ സുഖുവിന്റെ കുഴപ്പമാണ്. അപ്പോ ഇത്തരം സുകുമാരന്റെ കുഴപ്പമായതൊക്കെ അദ്ദേഹം കണ്ണാടി നോക്കുന്നതാണല്ലേ ദിവസവും. മമ്മൂട്ടിക്ക് പൊക്കം ഉണ്ടല്ലോ എന്നാ പറയുന്നത്. അപ്പോഴും ബാക്കിയല്ല ഓക്കെ. എന്ത് നല്ല ആ തിരക്കഥകളൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞോ എന്ന് എനിക്ക് തോന്നും ചിലപ്പോഴൊക്കെ. ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഉർവശി? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്ന ഫിലിംസ് മിസ് ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ വീണ്ടും സിനിമ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കഴിവുള്ള കുട്ടികളുണ്ട് ഇപ്പോഴും, നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. അവർക്ക് ആ ക്യാരക്ടേഴ്സൊക്കെ മിസ്സാവുന്നുണ്ടല്ലോ. അവർ വഴി നമ്മൾ വീണ്ടും അതുപോലെയുള്ള റോളുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ നൈസർഗികമായിട്ടുള്ള റോളുകളൊക്കെ അപ്രത്യക്ഷമായി അല്ലേ മലയാള സിനിമയിൽ നിന്ന്? തീർച്ചയായിട്ടും പോയി എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ വരികയും ആ സിനിമയുടെ ഭാഗമാക്കാൻ ഉർവശിക്ക് കഴിയുകയും ചെയ്തിട്ടുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊക്കെ ഇരുന്ന് കാണാറുണ്ടോ വല്ലപ്പോഴും ഒക്കെ? ഓ കാണും. ഞാൻ പണ്ടൊന്നും ഞാൻ സിനിമകൾ കാണുകയില്ല. കണ്ടാൽ എല്ലാം കുഴപ്പമാണോന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കും. അത് വേണ്ടായിരുന്നു, ഇത് ശരിയല്ലായിരുന്നു, ഇങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. ആസ്വദിക്കാൻ പറ്റാറേ ഇല്ല. പ്രിവ്യൂ ഷോ ഇടുമല്ലോ പണ്ടോ എല്ലാ പടത്തിനും. അപ്പം നമ്മൾ വിളിച്ച് പോയി കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം അയ്യോ അത് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ തന്നെ തോന്നിക്കൊണ്ടിരിക്കും. നമുക്കൊരു സിനിമ ആസ്വദിച്ച് കാണാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് കാണുന്നത്, ടി വി വരുമ്പോൾ ഓരോ സിനിമ ഇപ്പോഴിരുന്നാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ തോന്നും. ഒരു ക്രിട്ടിക്ക്, ഒരു വിമർശകൻ എപ്പോഴും മനസ്സിൽ വരികയാണ്. അതെ, അങ്ങനെയാ തോന്നുന്നത്. ഇന്ന് കൈ കെട്ടിയത് ഞാൻ ഇതിനെ കൂടുതൽ ഗംഭീരമാക്കുമായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ അറിയാം അങ്ങനല്ല. അന്നുണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ അറിഞ്ഞ് ചെയ്യുമ്പോൾ അത് കൂടുതലാവാനേ സാധ്യതയുള്ളൂ. എപ്പോഴായാലും നമ്മുടെ ആദ്യകാലത്തുള്ള സിനിമകളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അന്നത്തെ സൗന്ദര്യം ഇപ്പോൾ ഉണ്ടാവില്ല. അന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളത് ആ ഉർവശിയാണെന്നുള്ള മനസ്സിൽ ഫിക്സ് ചെയ്തല്ലല്ലോ ചെയ്യുന്നത്. വന്നു ഡയറക്ടർ പറഞ്ഞു, അന്നൊക്കെ ഡയറക്ടേഴ്സിന് ഡോമിനേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെതായ ഭംഗി ആ സിനിമകൾക്കുണ്ട്. ഇപ്പം ചില ആർട്ടിസ്റ്റുകളെ മാത്രം മനസ്സിൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കുറേ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഉർവശി ഒരിക്കലും ഒരു കഥാപാത്രത്തിന് വേണ്ടി സ്കീം ചെയ്തിട്ടില്ല, കരുക്കൾ നീക്കിയിട്ടില്ല. ഇല്ല, നെറ്റ്വർക്കിംഗ് ഒന്നുമില്ല. അതൊന്നും നമുക്ക് അറിയില്ലേ? അതൊന്നും അറിയില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് നമുക്ക് തന്നെ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതെങ്ങനെ പഞ്ചപാവാവുന്നത്? പാവങ്ങളൊക്കെ എന്ന് പറയുന്നത് എനിക്ക് പറ്റിപ്പോയല്ലോ, എനിക്കിങ്ങനെ നമുക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടും. ഇത്ര നിഷ്കളങ്കയാണോ? അത് നിഷ്കളങ്കതയായിട്ട് അങ്ങനെ ഉണ്ടാവൂലേ? അതൊക്കെ കാണും. അതൊക്കെ പിന്നെ കുറച്ച് വേണം. അതല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും കുശുമ്പ്. നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രിപ്റ്റ് അല്ലേ, നല്ല സ്ക്രിപ്റ്റ്. എൻ്റെ മോള് വരെ കൊച്ചിലെ ഇത് കണ്ടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ചെറിയൊരു എലിമെന്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അങ്ങനെ ഒരു ചെറിയൊരു എലിമെന്റ്, സത്യമാണോ, അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ട്, ചെറുതായിട്ട് ഉണ്ട്. ഞാൻ ഈരെ എൻ്റെ കൂട്ടുകാർ തന്നിട്ടുള്ള ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പോഴും വെച്ചിട്ടുണ്ട്. രേവതി ഒരിക്കൽ എനിക്ക് ഒരു കാർഡ് അയച്ചു, അതിനെ എപ്പോഴും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതായിട്ട് ഒരു ഹോബിയായിട്ടാണോ അത് ചെയ്യുന്നത്? ഹോബി അത് കളയാൻ ഒരു വലിയ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. ആദ്യം കിട്ടിയ പ്രണയലേഖനം സൂക്ഷിച്ചിട്ടുണ്ടോ? പിന്നെയും കുറഞ്ഞ അവിടെ തന്നെ വരിക. കല്ലും മാങ്ങയൊക്കെ രേവതിയുടെ കാർഡ് സൂക്ഷിച്ചതൊന്നും ഈ പിള്ളേർക്ക് താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. പിള്ളേരുടെ വേഗത്ത് വെക്കട്ടെ, പിള്ളേരോട് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നില്ലേ? ചില സംഭാഷണങ്ങൾക്ക് അദൃശ്യമായിട്ട് നടക്കുന്ന കാണുന്നില്ല. പിള്ളേരോട് പറയാണ്, ചോദിക്കും സാറേ. എനിക്ക് പ്രണയലേഖനം അല്ല, സ്കൂളിൽ നിന്ന് ഒരു പ്രണയലേഖനം കിട്ടി. അതെന്റെ ഇളയ ആങ്ങളുടെ കയ്യിലാണ് കിട്ടിയത്. അവൻ ആ ചെറുക്കന്റെ മുഖം ഇടിച്ച് ശരിയാക്കി. ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ചെന്നൈയില്. അപ്പൊ അവൻ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഒരു കവിത പോലെ എഴുതി അയച്ചു. എന്തായിരുന്നു എഴുതിയിരിക്കുന്നത്? ഡയലോഗ്സ്. കവിതയാണു നീ നോവുമെന്നാത്മാവിൽ, ആ പാട്ടില്ലേ, അതാണ്. അങ്ങനെ ആ പാട്ടിന്റെ 4 വരി മാത്രം എഴുതി താഴെ പേര് വിട്ടു. ഇവരൊരു 3-4 പിള്ളേർ പോയി അവന് ശരിയാക്കി. അടിശരിപ്പെടുത്തി. അവനോടൊരു സഹതാപം തോന്നിയില്ലേ?
സാധാരണ ഒന്നും തോന്നിയില്ല. പിറ്റേന്ന് കാണുമ്പോൾ എനിക്ക് പേടി, ഇപ്പം വീണ്ടും ഇടികൊള്ളാൻ വേണ്ടി ആണല്ലോ വരുന്നത്. പിന്നെ അപ്പോഴത്തേക്കും സ്കൂളൊക്കെ നിന്ന് പോയില്ലേ, ഇപ്പൊ എവിടാണോ പാവം. അവനെ നമുക്ക് കണ്ടുപിടിക്കണം ഒരു വിഷയം. എന്തിന്? ചുമ്മാ ഒരു രസമല്ലേ അത്. ഇത് ഇങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കും. ഇടി കൊടുക്കാൻ വേണ്ടിട്ട് ഇടി കൊടുക്കാൻ അയാൾ പാവം ഇപ്പൊ എവിടെയോ മക്കളെയൊക്കെ കെട്ടിച്ചയച്ചാണ്. എന്നെക്കാട്ടി മൂത്തല്ലേ. പക്ഷെ എവിടെയാണ് കാണും കേട്ടോ ഇത് പ്രോഗ്രാം ഓർക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. നല്ല പാട്ടായിരുന്നു. ആ മൂപ്പർ എഴുതിയ വരികൾ കൃത്യമായിട്ട് ഇവിടെ കുറക്കുന്നുണ്ട്. അല്ല, എന്റെ പേര് വെച്ചാ എഴുതി, അതുകൊണ്ടാണ്. എന്റെ പേര് കവിത എന്നാണല്ലോ, അപ്പൊ അങ്ങനെ വെച്ച് എഴുതിയതാ. അതാണ് എളുപ്പത്തിൽ കിട്ടിയ ഒരു പാട്ട്. ഒരു 10, 35, 40 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലുണ്ട്. ഉണ്ട്. പിന്നെ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് ഓർമ്മിപ്പിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അല്ലാതെ നമ്മളത് ഓർക്കൂല. സീരിയസ് ആയിട്ടുള്ള പ്രണയലേഖനം പിന്നീട് കിട്ടിയിട്ടില്ല ഒരുപാട്. അല്ല, അതൊക്കെ ഫാൻസിന്റെ ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോഴും വളരെ സ്റ്റാറായി കിടക്കാണല്ലോ. അല്ല, അതൊന്നും പിന്നെ 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 ഫോണിന്റെ ഇൻഫ്ലുവൻസ് കൂടുമ്പോൾ നമ്മൾ പലതും ഫോണിലാവുമല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ലെറ്റർ അയക്കാറ്, എപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ ലെറ്റർ അയക്കാറ്. ലെറ്റർ അയക്കുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ കിട്ടാറില്ല. ഇപ്പോഴും കത്തയക്കാറുണ്ടോ? ഇപ്പോഴും അയക്കാറുണ്ട്. അത് ശരി. ഇപ്പൊ കത്തയക്കുന്ന ഏക വനിത എന്നുള്ള അവാർഡ് വേണമെങ്കിൽ ഇപ്പൊ 1-2 വർഷമായി അയക്കുന്ന നിന്നിട്ട്. കാരണം അല്ല, അതിന് മുമ്പ് വരെയൊക്കെ അത് കത്തയക്കാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം. പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ആരും പുറത്ത് പറയുന്നത് എന്തെങ്കിലും കൊനിഷ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ, അതായത് SMS പോലും അയക്കാൻ ഈ ഭവതിക്ക് അറിയില്ല. അയ്യോ ശരി, എന്റെ മാനം കളയല്ലേ. അതാണ് വാട്സപ്പ് എന്താന്ന് ചോദിക്കുമ്പോൾ എന്താ കാച്ചിൽ പിടിക്കുന്നതാണോ ചോദിക്കുന്ന ആളാണ്. അതിനൊരു താല്പര്യമില്ല, എനിക്ക് മനസ്സിലാവുന്നുമില്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫോൺ കുളമാവും. ഇതിപ്പോ ഉർവശി വിചാരിക്കും ഞാൻ ഉർവശി അപമാനിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തമാശ പറയാൻ താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്ന്. ഞാനൊരു നിഷ്കളങ്കൻ, നിരപരാധി. ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് ഉർവശി. കാര്യം ഉർവശി കൊച്ചു പ്രായത്തൊട്ട് ഇത്രേ വർഷം ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാളിനല്ലേ എനിക്കറിയാം. ഇത് ഭയങ്കര ഒരു മെയിൽ ഡോമിനേറ്റഡ് ഉള്ള ഒരു ഫീൽഡാണ്. അതിൽ ആരടുത്ത് ചോദിച്ചാലും ഉർവശി എവരിബഡി ഈസ് സോ റെസ്പെക്റ്റ്ഫുൾ ഓഫ് ഹർ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഉർവശി എങ്ങനെ ഒരു നാടൻ ഒരു ആളായിട്ട് നമുക്ക് ഒന്ന് ആലോചിക്കാം. കാര്യം ഉർവശി ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യത്തില്ല, അങ്ങനെ. എന്നിട്ടും പക്ഷേ സിനിമയിൽ ഇതെല്ലാം ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ളത് ഉർവശി ഇതെല്ലാം പഠിക്കാത്തത്, അതെന്നാ യൂസ് ചെയ്യാത്തത്, ഇപ്പോൾ ഫോൺ ആയുധമില്ലാത്തത്. ഇന്നത്തെ കാലത്ത് ഞങ്ങളെല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉർവശി അതിനൊന്നുമില്ല. അതൊന്നും പറയാമോ? അല്ലല്ല ചേച്ചി, എന്നെ കാണുമ്പോൾ എല്ലാവരും പരാതി ചെയ്ത് ആ ഫോൺ എന്നെടുക്കും ഉർവശി. ഞാൻ ഇവിടെ ഈ റൂമിൽ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കും. ആ ഫോൺ എൻ്റെ അടുത്ത് ഒന്ന് വിവരം പറയുമെന്നുള്ള ധാരണയാണ് പലപ്പോഴും. അതാണ് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ എടുക്കൂ എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ബെഡ്റൂമിൽ വെച്ചിട്ട് അടുക്കളയിൽ പോയിരിക്കും. അതെനിക്കെന്തോ എനിക്ക് ഭയങ്കര അലർജി. എനിക്ക് താല്പര്യമില്ല ഈ ഫോൺ കൊണ്ട് നടക്കാൻ. കുറേ ഫോൺ കാണാതെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ നമ്പേഴ്സും ഒക്കെ. ഈ ഫോൺ അടിക്കുമ്പോൾ ഇത് എവിടെ നിൽക്കണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തയായി നടക്കുന്ന ഉർവശിയെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എടുക്കാനൊക്കെ അറിയാം. ഡ്രൈവറോട് ചോദിച്ചു എവിടെ നിൽക്കണം കിട്ടാൻ. അയ്യേ, അതൊന്നുമില്ല. അതാരും പറഞ്ഞു, അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ എടുക്കാനൊക്കെ അറിയാം, എനിക്ക് വിളിക്കാനും അറിയാം. മോള് പറഞ്ഞിട്ടൊരു ഐഫോൺ മേടിച്ച ഓർമ്മയുണ്ടോ? എന്നിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതെ എന്തെല്ലാം കഷ്ടപ്പെട്ടു. അത് ആദ്യം സ്റ്റാർട്ടിങ് സമയത്ത് കുറച്ച് SMS ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ല. ചിലർ കോമഡി മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഗതികേട് അവർ പിന്നെ അത് എനിക്ക് വീണ്ടും പറഞ്ഞു തരും. ഇങ്ങനെ മെസ്സേജ് നോക്കിയോ? ഇല്ല, നോക്കിയില്ല. എന്താ അയച്ചത്? ഒരു ഗതികേട്, ആ സമയത്ത് തോന്നിയ കോമഡി അയച്ചത് നീ പറഞ്ഞുകൂടെ തരണമെന്ന് ചോദിക്കും. നോക്കൂല. എന്തിനും മെസ്സേജൊക്കെ അയക്കുന്നത്? എല്ലാ നടികളൊക്കെ നല്ല സ്റ്റൈലായിട്ട് കാറൊക്കെ ഓടിച്ചു നടക്കുമ്പോൾ ഉർവശിക്ക് ഒന്ന് കാറൊക്കെ ഓടിച്ചു നടക്കണം എന്നൊരു ആഗ്രഹം. ഞാൻ സിനിമയിൽ വിൻചേട്ടനും ഞാനൊക്കെ ഒരു സിനിമ ചെയ്തു. ഞാൻ ലോറി വരെ ഓടിച്ചു. ഞാൻ കാണിച്ചു. ഈ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ വർത്തമാനകാലത്തിന് ഊട്ടിയിലെ ഹെയർപിൻ ബെൻസ് ഇല്ലേ, 13 എണ്ണം ഉണ്ട്. അതിൻ്റെ ഒരു ഹാഫിൽ ഈ വണ്ടി നിർത്തിയിട്ട് ശശിയുടെ പറഞ്ഞു വണ്ടി ഓടിച്ചു കൊണ്ടുവരാൻ. താഴെ ഒരു ഡ്രൈവർ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് തന്നെയാണോ ചവിട്ടുന്നൊക്കെ നോക്കണം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ ഇതാണോ ഇങ്ങനെ നോക്കും ഞാൻ. അയ്യോ നോക്കല്ലേ, സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയോ, സ്റ്റിയറിംഗ് മാത്രം, അങ്ങോട്ട് വിളക്കില്ല ഇങ്ങോട്ട് വിളക്കില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ശരിയായി. ഏകദേശം ക്യാമറ നോക്കിയപ്പോൾ ക്യാമറയിൽ ക്രെയിൻ പൊങ്ങുന്നു. ആൾക്കാരൊക്കെ നിൽക്കുന്നു. ആകപ്പാടെ വെപ്രാളത്തിൽ സൈഡിൽ ഒരു വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി. അവിടെ നിർത്തി.
അതായത് ആ വീടിൻ്റെ ഡോറിനകത്തൂടെ ഗ്ലാസ് ഹൗസ് നിറയെ കാണും ഊട്ടിയിൽ. ഒരു ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് അവിടെ നിന്നു. എന്ത് സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. അവരൊക്കെ ഇറങ്ങി ഓടി, ആ വീട്ടിലുള്ളവരൊക്കെ ഇതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ. സിനിമയിൽ അതൊക്കെ ചെയ്യും. സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും ഓർമ്മയില്ല. അങ്ങ് അപ്പോഴത്തെ അവിടെ കാണുന്ന 3-4 സാധനം ചവിട്ടും, ഏതെങ്കിലും ഒന്നും ശരിയായി കിട്ടും. അത്രേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒന്നും സൈക്കിളിലും ഓടിക്കാൻ അറിയില്ല. സൈക്കിളിൽ എടുത്തിട്ട് തള്ളി വിട്ടാൽ പോയി വീഴുന്നത് എവിടെയാണോ അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ചോളൂ. ഉർവശി, ഇപ്പം ആൾക്കാരുടെ ഒരു 2-3 പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്വന്തമായി യാത്ര ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സ്വന്തമായി കാർ ഓടിക്കുക, ഇതൊക്കെ ഒരു ഫ്രീഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മറ്റ് പഴയ സഹപ്രവർത്തകരും പുതിയ പെൺകുട്ടികളൊക്കെ നന്നായിട്ട് സ്വന്തം കാറെടുത്ത് മാർക്കറ്റ് ഒക്കെ പോകുമ്പോൾ ഒരു മനസ്സിന് വിഷമം തോന്നുന്നില്ലേ? ഓപ്പോസിറ്റ് വണ്ടി വരാത്തൊരു റോഡ് കിട്ടണ്ടേ? അതാണല്ലോ പ്രധാനം. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ നടന്നു വരത്തില്ല. ഫ്രീ ആയിട്ട് റോഡ് കിട്ടണം. അതിന് ഒരുപാട് നീളവും വീതിയൊക്കെ വേണം. പിന്നെ തടസ്സത്തിനൊന്നും സാധനങ്ങളൊന്നും പാടില്ല. അടുത്തൊരാൾ ഇത് പറഞ്ഞു തരണം. നമുക്ക് കാർ ഓടിക്കണമെങ്കിൽ റൺവേ വേണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബീന പോൾ ചോദിച്ചത്. ഇതൊക്കെ എന്ന് പഠിച്ചെടുക്കും എന്നല്ല. അയ്യോ ബീന ചേച്ചി അല്ലാതെയും ചോദിക്കും. എല്ലാ ഫെസ്റ്റിവലിനും ഒക്കെ വിളിക്കുമ്പോൾ കുറേ വിളിച്ചിട്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. എന്താ ഉർവശി ഫോണും എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാലോട്ട് പ്രയോജനമില്ല, വായിക്കത്തുമില്ല. പക്ഷെ ഇപ്പം ഞാൻ മെസ്സേജ് ആരെങ്കിലും കൊണ്ട് കാണിച്ചെടുപ്പിക്കും. ആരെങ്കിലും കൊണ്ട് കാണിച്ചെടുപ്പിക്കുന്നു. അല്ല, സ്വന്തമായിട്ട് എടുക്കില്ല. ഇതിനകത്ത് എന്തോ ഒരു കുന്തലാണ്ട മന്ത്രം ഉണ്ടോ നോക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കും നോക്കും. ഇതിനെന്തെങ്കിലും ഒരു അവാർഡ് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതില്ലാത്ത സമയത്ത് നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചില്ലേ ഈ ലോകത്ത്? ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് കറക്റ്റ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന്റെ സമാധാനം കുറച്ചുകൂടി. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉർവശിയെ പോലെ പ്രശസ്തിയിലും അതുപോലെ പലതരത്തിലുള്ള വിവാദങ്ങളിലും അതും ഇതിലൊക്കെ പെട്ട് ഭയങ്കരമായ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പണ്ടാരം ഒന്ന് നോക്കാതിരിക്കുന്നത് നല്ലത്. അല്ല, സ്റ്റാർട്ടിങ് ഇത് വന്ന കാലം മുതലേ തന്നെ ഇതിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതൊരു ബാധ്യതയായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇത് ഓർമ്മിച്ച് കൊണ്ടു നടക്കണം. ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തോട്ട് അത് എടുത്തിട്ടുണ്ടോ എന്ന് പിന്നെ ആലോചിക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഫോൺ ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതല്ലല്ലോ. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. വലിയ സൂക്തങ്ങളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. സൂക്തങ്ങൾ മണിക്കൂർ കണക്കിന് ഇങ്ങനെ കറി വെച്ചോ ചോറ് വെച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാം, ശരി, ഓക്കെ, ഒരു വാചകം പറയാം, അവസാനിപ്പിക്കുക. അല്ലാതെ കത്തിവെക്കുന്ന പരിപാടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സെൽഫി, അതൊട്ടും ഇഷ്ടമല്ല. മൂന്നാല് പേര് മുഖം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു നമുക്ക് എന്തോ ചെയ്യാനോ ഒരു പിടിയില്ല. സെൽഫി ആണെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിയിട്ടേച്ച് എടുക്കുന്നത് എവിടെ എന്ത് ഒരു പിടി കിട്ടും. സെൽഫി എന്ന് പറയുമ്പോഴേ ഞാൻ ഓടും. നമ്മൾ എയർപോർട്ടിൽ ചിലപ്പോൾ മറ്റേ ബാഗ് എടുക്കാതിരിക്കുമ്പോഴേക്കും സെൽഫി, അപ്പൊ ആ ബാഗ് അങ്ങ് പോവും. അത് അവർക്ക് സമയം കിട്ടുന്ന അതെന്താ ക്യാബില്ലേ, നമ്മളെ ബസ്സില്ലേ, നമ്മൾ ഫ്ലൈറ്റോട്ട് കയറാൻ പോകുന്നത്, അതിനകത്ത് നിൽക്കാനുള്ള ബാലൻസിലേ വലിയ പാടാ. ഇങ്ങനെ 1 മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്യാതെ നമ്മൾ സുഖമായിട്ട് പോകും. അവിടുന്ന് തിരിച്ച് എയർപോർട്ടിലോട്ട് വരാനുള്ള ഈ ബസ്സിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണ്ടേ, ഇതിനിടയ്ക്കായിരിക്കും ഈ സെൽഫി. നമ്മൾ 5-6 പേരെ ഇടിച്ചിടിച്ചിരിക്കും. വലിയ പ്രയാസമാണ് കേട്ടോ. സെൽഫി നിരോധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ആവശ്യത്ത് പറയണ്ട, എൻ്റെ ഒരു ഇത്. അത് ഏറ്റവും അടുപ്പുള്ളവർ മാത്രം ചെയ്യേണ്ടതല്ലേ അത്, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊരു സിനിമാ സുഹൃത്ത് പറഞ്ഞു, ടോയ്ലറ്റിൽ കയറിയാൽ പോലും സെൽഫിയാണ്, ഒരു രക്ഷയില്ല. വരട്ടെ. ഭരതം വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു കഥമാണ്, തീക്ഷ്ണമായിട്ടുള്ളൊരു അഭിനയം. എനിക്ക് തോന്നുന്നു ആ പഴയ ഈ കള്ളി വേഷങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള പ്ലേയും ഉണ്ട്. അതിന് ഒരു പകുതി വരെ വളരെ കുസൃതിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് ലോഹിയേട്ടൻ്റെ 3 സ്ക്രിപ്റ്റാണ് എൻ്റെ ഓർമ്മയിൽ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട്. ആ 3ഉം വെറൈറ്റി. ഒന്ന് മൃഗയായിരുന്നു, ഒരെണ്ണം വെങ്കലം, ഇത് 3ാമത്തെ സ്ക്രിപ്റ്റ്. 3ലും 3 ഇതുള്ള നല്ല ക്യാരക്ടറാണ്. ഈ മരണമെന്നുള്ളത് ഉർവശി സിനിമയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ഉർവശിയുടെ അനുജന്റെ ഒരു മരണം അത് വല്ലാതെ, അത് ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു. അത് അന്നത്തെ രീതിക്കനുസരിച്ച് ഒരുപാട് തകർത്തൊരു സംഭവമായിരുന്നു അത്. ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആ ദിവസം ഞാൻ മാനേജ് ചെയ്യേണ്ടി വന്നു. എൻ്റെ അമ്മയെ അറിയിക്കാതെ, ബാക്കിയുള്ളവരെ അറിയിക്കാതെ കൊണ്ട് ചെല്ലേണ്ട ഒരു അവസ്ഥയുണ്ടായി. നമുക്ക് ചിലത് നമ്മൾ സിനിമയിൽ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ അതുപോലെ വരുന്നല്ലോ. പിന്നെ എനിക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള സീൻസുള്ള പടങ്ങൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി. ഇപ്പോഴും ഞാൻ കുറച്ചത് നോക്കും,
കുറേ നെഗറ്റീവ്. അനുജന്റെ മരണം ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു അതിന്റെ പെട്ടെന്ന് അതിന്റെ ഒരു ട്രിഗർ? അത് എന്താ പറയാ, ആ ഒരു പ്രായം ഒരു വല്ലാത്തൊരു 17 വയസ്സല്ലേ? 17 വയസ്സ്. നിങ്ങൾ ഒരുമിച്ച് കളിച്ച് നടന്നവരാണ്? ഒരുമിച്ച് കളിച്ച് നടന്നു എന്നുള്ളതല്ലേ, എനിക്ക് അധികാരം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോനെ പോലെ നോക്കാൻ കിട്ടിയത് ഏറ്റവും ഉള്ള അനിയനെയാണ്. ബാക്കി 2 ചേച്ചിമാരും മൂത്തതാണ്. എൻ്റെ ഇളയാങ്ങൾ എന്നെക്കാൾ 1 വയസ്സിന് താഴെയാണ്. അപ്പം ഞങ്ങളാണ് ഒരുമിച്ച് സ്കൂളിൽ പോകുന്നതും ഫ്രണ്ട്സിനെ പോലെ. ഇളയ അനിയനാണെന്ന് പറയുന്നത് അവനാണ് എനിക്ക് ഒരു കുഞ്ഞായിട്ട് കിട്ടിയത്. എൻ്റെ ആദ്യത്തെ ഒരു മകൻ എന്ന് പറയുന്നത് അവനാണ്. അപ്പോൾ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു മരണം എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോഴും വലിയ ധാരണയില്ല. അപ്പോൾ അത് എന്നെ മാത്രമല്ല, ഇവിടെ കുടുംബത്തിലെല്ലാവർക്കും. പിന്നെ അത് കോമ്പൻസേറ്റ് ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലശേച്ചി 7 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണം. അപ്പോൾ സ്കാനിങ്ങിൽ അത് പെൺകുട്ടിയാണെന്നൊക്കെ ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചത് ആൺകുട്ടിയാണ്. അപ്പോൾ അവനാണ് വന്ന് ജനിച്ചതെന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും അതിലേക്കങ്ങ് മാറി. അനുജൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിലൊരു അങ്ങനെ അവന് മനസ്സിലൊരു വല്ലാത്തൊരു വിഷമവും അലട്ടിയിരുന്നു. തീർച്ചയായിട്ടും അവർ ആ ക്ലാസ്സിലെ ആ ഒരു ടീമിലെ ഒരു 6-7 കുട്ടികളെ അടുപ്പിച്ച് 3 മാസം ആയിട്ട് ഇങ്ങനെ സൂസൈഡ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഞങ്ങളിപ്പോൾ ഊഹിക്കുന്നു, പിന്നീടുള്ള ഒരു ഇതിൽ ഏതോ ഒരു പ്രത്യേക ഒരു സംഗതിയിൽ അവർ പെട്ടിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒരു 4-5 കുട്ടികൾ അടുപ്പിച്ച് അങ്ങനെ. ഒരു പക്ഷേ അവരുടെ വിഷമം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നു. അതങ്ങനെ ആയതാണ്. പിന്നെ നമ്മൾ അതിലോട്ട് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ വിഷമങ്ങൾ അത് കൂടുതൽ എൻ്റെ അമ്മയെ വിഷമം. ഇതൊക്കെ അമ്മയെ പിന്നീട് പറയേണ്ട വന്നല്ലോ. ഇത് ഉർവശി കുറച്ച് നേരത്തേക്ക് ഇതൊക്കെ അവരിൽ നിന്ന് മറച്ചു വെച്ചെങ്കിൽ പോലും. അതെ. അതൊക്കെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അറിയുന്നത് ഇങ്ങനെ സംഗതിയാണെന്നുള്ളത് അറിയുന്നത്. കുറേശ്ശെയായിട്ട് അത് ഇവിടുന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു നടക്കുമ്പോൾ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് മദ്രാസിൽ എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നത് വരെ ഉള്ള ആ സമയം എന്ന് പറയുന്നത് നമുക്ക് അന്നത്തെ എൻ്റെ പ്രായത്തിന് താങ്ങാവുന്നൊരു സംഗതിയല്ല. ഇപ്പം പിന്നെ കുറേ കൂടെ നമ്മൾ മെച്യൂർഡായി, കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അന്നത് വലിയ പ്രയാസമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഉർവശിയുടെ കുടുംബത്തിൽ ആദ്യത്തെ ഒരു ദുരന്തം അതായിരിക്കാം വേണമെങ്കിൽ, അല്ലേ? ദുരന്തമെന്ന് പറയാവുന്നത്. അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളാരും ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അച്ഛൻ്റെ ഒക്കെ മരണമുണ്ട്, സ്വാഭാവികമാണ്, നടന്ന കാര്യങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും അവൻ്റെ ആ പ്രായത്തിൽ നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കില്ലല്ലോ, ഒരിക്കലും ചിന്തിക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഐഡിയ നേരത്തെ കിട്ടുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത്. ഈ സിനിമ ഭരതം ഇറങ്ങുന്ന സമയത്തായിരുന്നു ആ ഒരു. ഇത് കഴിഞ്ഞിട്ടായിരുന്നു. അത് 92 ആണ്. ഭരതം 91 ആയിരുന്നു. 91. അതാണ് ആ ഒരു ഘട്ടത്തിൽ എനിക്കൊന്ന് 89, 90, 91 ഈ വർഷങ്ങളിലൊക്കെ സംസ്ഥാന അവാർഡ് ഉർവശിക്കായിരുന്നു. 3 വർഷം ഉർവശിക്ക് റിസർവ് വെച്ചിരിക്കുകയായിരുന്നു. 4ാമത്തെ വർഷം അവാർഡിന് 3 വർഷം തുടർച്ചയായിട്ട് വാങ്ങിച്ചേറിയ 4ാമത്തെ വർഷം പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത്. പിന്നെ 5ാമത്തെ വർഷം തന്നു. ഡിസ്ക്വാളിഫൈ ചെയ്തു. ഡിസ്ക്വാളിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന വേറെ അവസരം കൊടുക്കണം. അങ്ങനെ ഒരു നിയമമുണ്ടോ? ആ വർഷം വന്ന ജൂറി അങ്ങനെ ഒരു നിയമം വെച്ചു. അതൊരു പക്ഷേ മോശപ്പെട്ട പരിപാടിയല്ലേ? അല്ല എന്നല്ല, കാരണം എന്താ പറയുക, പിന്നെ ഞാൻ ആ വർഷം നല്ല റോളുകൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതുകൊണ്ടല്ലേ അവാർഡ് കിട്ടിയത്. എന്നെക്കാൾ കഴിവുള്ളവർ അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവർക്കും ഒരു അവസരം കിട്ടിയിട്ട് വീണ്ടും പരിഗണന ഇങ്ങോട്ട്. ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ വിട്ടുകൊടുത്തില്ല. ആരാണ് ആളിത്? അത് നല്ല ഫിലിമായിരുന്നു. കഴകത്തിനായിരുന്നു പിന്നെ കിട്ടിയത്. സുമാരൻ ഒരാൾ, വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരട്ടെ. ഉർവശി എൻ്റെ കൂടെ ചെയ്ത ഏറ്റവും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ഭരതമാണ്. ഭരതത്തിലെ ഉർവശിയുടെ അഭിനയം വളരെ നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ സിനിമയുടെ ഡബ്ബിംഗ് ഘട്ടത്തിലെത്തിയപ്പോൾ ഉർവശിക്ക് സ്വന്തമായിട്ട് ശബ്ദം കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം പറയുകയും അങ്ങനെ ഉർവശി ഡബ്ബ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ ഉർവശി സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യുകയുണ്ടായി. എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത് ഉർവശിയെപ്പോലെ ഒരു മികവുറ്റ അഭിനേത്രി സജീവമായി വീണ്ടും മലയാള സിനിമയിൽ ഉണ്ടാവണം. അവർക്ക് ചെയ്ത് നമ്മളെ രസിപ്പിക്കാവുന്ന നിരവധി കഥാപാത്രങ്ങളൊക്കെ കാത്തിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഉർവശി ഒരു സജീവ സാന്നിധ്യമായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. സിബി മലയിൽ അതെന്താണ് അങ്ങനെ സ്വന്തം ശബ്ദം കൊടുക്കണമെന്നൊരു ധൈര്യം വന്നത് എങ്ങനെയാണ്? അല്ല, അന്ന് ആരും തന്നെ ഹീറോയിൻസ് ഡബ് ചെയ്യാൻ താല്പര്യം കാണിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലൊക്കേഷനിൽ നിന്നും 18 ദിവസം 20 ദിവസം കൊണ്ട് പടം തീർത്തുകൊണ്ടിരിക്കുക. ഈ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിനിടയ്ക്ക് ഡബ്ബിങ് മദ്രാസിലാണ്, കേരളത്തിലല്ല അന്നൊന്നും ഡബ്ബിങ്. അപ്പോൾ അതിനുവേണ്ടി ഫ്ലൈറ്റിലോ ട്രെയിനിലോ അവിടെ പോയി ഡബ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഷൂട്ടിംഗ് സ്റ്റക്കാവും. അപ്പോൾ അവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൊണ്ട്, ചെന്നൈയിലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് അങ്ങ് ചെയ്യിക്കുകയാണ് പതിവ്. ആരും തന്നെ
സ്വന്തം വോയിസ് കൊടുക്കാറില്ലായിരുന്നു. ഇപ്പം ലളിത ചേച്ചി, പൊന്നമ്മാൻറ്റി അങ്ങനെയുള്ളവരൊക്കെ ഉള്ളൂ അവരുടെ വോയിസ് കൊടുക്കുന്നത്. അപ്പം മമ്മൂക്കയാണ് എനിക്കത് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ നന്നായിട്ട് മലയാളം പറയുന്നവരിങ്ങനെ ഡബ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ഡബ് ചെയ്യുമ്പോഴല്ലേ അതൊരു പൂർണ്ണത വരുള്ളൂ ഒരു ക്യാരക്ടറിന്. നമ്മളെന്ത് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഉദ്ദേശിച്ചാണോ പെർഫോം ചെയ്തത്, ഇപ്പോൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിലൊരു വ്യത്യസ്തത ഉണ്ടാകും. അവർ പിന്നെ സ്പോട്ടിലെത്തുന്നില്ല. അപ്പോൾ അതിന് ട്രൈ ചെയ്യണമെന്ന് മമ്മൂക്ക എപ്പോഴും പറയും. അത് ആദ്യം ട്രൈ ചെയ്ത് ഭരതത്തിലായിരുന്നു. ആ ഓ ശരി. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയത് ഭരതം കാക്കത്തൊള്ളായിരം, അതെല്ലാം നമ്മൾ ചെയ്തു. ആ കോൺഫിഡൻസ് ആയി. എനിക്ക് എൻ്റെ വോയിസ് വളരെ തിന്നായിരുന്നു. പിന്നെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഡയലോഗ്സ് പറയുമ്പോൾ ആ വോയിസിന് മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എനിക്ക്. അതായിരുന്നു എൻ്റെ പ്രശ്നം. ഒന്ന് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു മെച്യൂർഡ് ഡയലോഗൊക്കെ വരുമ്പോൾ കുറച്ചൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി സംസാരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ പിന്നെ മൈക്കിന് അടുത്ത് പോയി നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയണം. അങ്ങനെ ഏതോ ഒരു ഡബിങ് ആർട്ടിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഉർവശിയുടെ ശബ്ദം ഡബ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ പറപറാന്ന് മറ്റേ പയറ് വറക്കുന്ന പോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ സിങ്ക് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ പാടാണ്. അതാണ് നമുക്ക് നേരെയാക്കിയത്. നമുക്കത് നീ ഇത്രയും സ്പീഡായിട്ട് ഓടുന്നു, ഡബ് ചെയ്യുമ്പോഴേ അതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാവുള്ളൂ. വെപ്രാളത്തിലങ്ങ് ഡയലോഗ് മൊത്തത്തിലങ്ങ് പറഞ്ഞു പോണം അങ്ങ് പോകുമെന്നും പറഞ്ഞ്. അപ്പൊ അതൊക്കെ കുറെ മാറി. ഡബ് ചെയ്ത് തുടങ്ങിയപ്പോഴാ കുറെ മാറി. ഒരു തന്മയത്വം, ഒരു അവധാനത, അല്ലെ, അതിൻ്റെതായ ഒരു ഡിക്ഷൻ, അതൊക്കെ അങ്ങോട്ട് ആർജിച്ചു. അത് കോമയും പുള്ളിയും ഒക്കെ ഇട്ട് പോണ്ടേ, അത് ഒരു ഒറ്റയടിക്കൊക്കെ പറഞ്ഞിട്ട് ശ്വാസം നിർത്തുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഒരു ഡയലോഗ് മുഴുവൻ പറഞ്ഞിട്ട് അതൊക്കെ മാറി. അപ്പൊ ഡബ് ചെയ്യാൻ പഠിച്ചപ്പോഴാണ് ഒരു പക്ഷേ ഈ ഡയലോഗ് എങ്ങനെയാണ് റെൻഡർ കുറച്ചുകൂടെ. അതെ 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 ഇതെന്തറിയോ, അവരെ ഡബ് ചെയ്യുന്നവർ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലി തീർത്ത് പോകുക എന്നുള്ളൊരു ഏർപ്പാട്. പക്ഷെ പല സിനിമകൾക്കും അന്യഭാഷയിൽ നിന്ന് വരുന്നവർക്കൊക്കെ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ കഴിവാണ് ഏറ്റവും കൂടുതൽ ആ ക്യാരക്ടേഴ്സ് വിജയിക്കാൻ. ഭാഗ്യലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ, ആനന്ദവല്ലിയാൻറ്റി ആയിക്കോട്ടെ, അവരിൽ ഒരുപാട് നമുക്ക് നല്ല ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇത്രത്തോളം നിശ്ചയദാർഢ്യമുള്ള ധാരണയുള്ള ഒരു നടി വിവാഹശേഷം സിനിമയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നു? ഞാൻ എത്ര പോസിറ്റീവായിട്ട് ചോദിച്ചെന്ന് നിർവഹിച്ച് കണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ മോള് തീരെ കുഞ്ഞായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പൊസസീവായിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ പഴയ ബ്രിട്ടാസ് അത് ചോദിച്ചപ്പോ ഏതാണ്ട് മഹാഭാരത യുദ്ധത്തിൽ അപ്പുറം ഇപ്പുറം നിന്ന് രണ്ടുപേരുടെ കാര്യം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. അത് ബ്രിട്ടാസിന്റെ ഭാഷയുടെ പ്രശ്നമാണ്. ഉർവശനാണെങ്കിൽ നന്നായിട്ട് ഈ പാട്ട് പാടുകയും ചെയ്യും. ഞാനോ പുളു അടിക്കുന്നതിന് ഒരു മടിയില്ല. അതിനായി കണ്ണാടി ഇട്ടേക്കുന്നതും ഈ പേന കൈ വെച്ചേക്കുന്നതും ഒട്ടും പാടില്ല. ഈ മൂശാട്ട സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. അതാണ്, അതേ ഇല്ല. കമലഹാസൻ ഉർവശിയുടെ ജീവിതത്തിലെ എന്താ പറയാ വലിയൊരു സ്വാധീനമാണ്, സുഹൃത്താണ്. എന്താണ് ആത്മഹത്യ ചെയ്യാൻ പോയത്? സിനിമയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്തോത്തിന് അത് ജീവിച്ചിരിക്കണം എന്ന് തന്നെ വലിയ താല്പര്യമൊന്നുമില്ല. ആത്മഹത്യ ജീവിച്ചിരിക്കുന്ന താല്പര്യം മരിക്കുന്നതാണ് നല്ലത്. അത് കുഴപ്പമില്ല. ഒരു പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അർഹിക്കാത്തതിനേക്കാളും 10 മടങ്ങായിട്ട് ആൾക്കാർ ഉർവശിയെ വേട്ടയാടി എന്നല്ല, ദ്രോഹിച്ചു. എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മീഡിയ സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വിവാദങ്ങൾ മാത്രം. ഇവിടെ 4 പേരിന്ന് ചർച്ച ചെയ്യുന്നെങ്കിൽ അവിടെ അതേ കാര്യം വേറെ 4 പേരിന്ന് ചർച്ച ചെയ്യുന്നു. ഇവിടെ ഇപ്പം ഒരു സരിതാ നായരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ 1 വർഷം തുടർച്ചയായിട്ട് സരിതാ നായർ മാത്രമാണ് സ്റ്റാർ.